നമസ്കാരം. നമ്മളിന്ന് കുറച്ച് വാസ്തുവിലോട്ട് പോവാണ്. ഇന്ന് ജ്യോതിഷമാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ടോപ്പിക്ക് വാസ്തുവായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതായത് ഗൃഹനിർമ്മാണത്തിന് വീട് പണിയാനായിട്ട് നമ്മൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ പോകുന്ന സ്ഥലം, അത് എന്തൊക്കെ ക്വാളിറ്റിയാണ് അവിടെ വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഗൃഹനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന സ്ഥലം നമ്മൾ വാങ്ങാൻ. അല്ലെങ്കിൽ നമുക്കുള്ള ഗൃഹത്തിൻ്റെ സ്ഥലമാണെങ്കിൽ അത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വാസ്തുവിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് പലരും പല രീതിയിൽ പല സ്ഥലത്ത് പഠിച്ചതിൻ്റെയായിരിക്കുള്ളൂ കുറച്ചൊക്കെ വ്യത്യാസപ്പെടുത്തി. ബേസിക്കൊക്കെ കറക്റ്റ് ആണെങ്കിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പലരും പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് പല സ്ഥലത്ത് പല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചതിൻ്റെ ഒരു ഇതായിരിക്കാം. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നത് കാണിപ്പയ്യൂർ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്താണ് പഠിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിലാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പലപ്പോഴും നല്ലൊരു പ്ലാൻ വരച്ചാൽ വാസ്തു അതിനകത്ത് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ വാസ്തു ഉൾപ്പെടുത്തുമ്പോൾ ആ പ്ലാനിൽ കുറേ തിരുത്തൊക്കെ വന്നിട്ട് ഈ ഓണർക്ക് ഇത്തിരി അതിനകത്ത് ഈ പരിഭവം, അതായത് അയാൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ചിലത് ചെയ്യാൻ പറ്റാതെ വരും. അതിനെ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കാണിപ്പയ്യൂർ വാസ്തു കുറച്ച് അതിൽ ഫ്ലെക്സിബിളാണ്. അതായത് കുറേ എല്ലാം നമുക്ക് അതിൽ പറ്റുന്നതാണ്. ഞാൻ കാണുന്ന ഇതൊക്കെ വെച്ചിട്ട് വീഡിയോസൊക്കെ വെച്ച് കണ്ടതിൽ കൂടുതൽ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. നമ്മളിപ്പോൾ ഒരു ഭൂമി വാങ്ങാൻ പോകുന്നു, ഗൃഹനിർമ്മാണത്തിനായിട്ട് വീട് വയ്ക്കാനായിട്ട് ഒരു ഭൂമി നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ആ ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഭൂമി ആദ്യമായിട്ട് പറയേണ്ടത് അത് സമചതുരമായിരിക്കണം എന്നുള്ളതാണ്. സമചതുരമായിട്ടുള്ള ഭൂമിയാണ് വേണ്ടത്, അതാണ് ഏറ്റവും ഉത്തമം. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു സമചതുരമായിട്ടുള്ളൊരു ഭൂമി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സ്ക്വയർ ആയിട്ടുള്ള ഭൂമി വളരെ അപൂർവമാണ്. ഇനി സമചതുരം കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം റെക്റ്റാങ്കിൾ ആയാലും കുഴപ്പമില്ല, മറ്റൊരു ഷേപ്പും ഗൃഹനിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പ്രമാണം. പിന്നെ ഇപ്പോൾ ഈ സമചതുരവും ദീർഘചതുരവും കിട്ടാനായിട്ട് പാടാണ്. ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ വേറെ, അതായത് 4 കോണിൽ കൂടുതൽ കോൺ തിരിഞ്ഞ് കിടക്കുന്ന ഭൂമികൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ തന്നെ നോക്കാൻ പോകുമ്പോൾ, നമ്മുടെ ആവശ്യത്തിനായാലും മറ്റുള്ളവർക്ക് വേണ്ടി നോക്കാൻ പോകുമ്പോഴും അങ്ങനെയുള്ള ഭൂമികളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എങ്ങനത്തെ ഭൂമി നോക്കിയാലും അവിടെ അകത്ത് ഒരു വാസ്തുമണ്ഡലം തിരിക്കാൻ ആ ഭൂമിക്ക് അകത്ത് നമുക്കൊരു സമചതുരം കിട്ടുമോ, ആ സമചതുരത്തിൻ്റെ അകത്ത് വേണം വീട് വയ്ക്കാനായിട്ട്. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ 4 വശവും എല്ലാം അതിനൊരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം വിട്ടിട്ടൊക്കെ വേണം നമുക്ക് വീട് വയ്ക്കാൻ. അപ്പോൾ എങ്ങനത്തെ ഭൂമി എടുത്താലും അതിൻ്റെ അകത്ത് ഒരു വാസ്തുമണ്ഡലം, സമചതുരത്തിലുള്ള ഒരു വാസ്തുമണ്ഡലം തിരിച്ച് അതിൻ്റെ അകത്ത് വീട് വയ്ക്കാൻ പറ്റിയ ഭൂമിയാണോ എന്ന് നോക്കണം. അപ്പോൾ ഭൂമി എങ്ങനെ ഷേപ്പായാലും നമുക്ക് വിരോധമില്ല, അതിൻ്റെ അകത്തൊരു സമചതുരം നമുക്ക് കിട്ടിയാൽ മതി. കാരണം അതിൻ്റെ പുറത്തുള്ളത് നിയമപ്രകാരമായിട്ട് നമ്മുടെ അതിർത്തി ആ എന്താ പറയുക, പ്ലോട്ടിൻ്റെ മൊത്തമുള്ള അതിർത്തിയാണെങ്കിലും വാസ്തുപ്രകാരം ഉള്ള നിയമത്തിൽ അത് ഈ വാസ്തുമണ്ഡലത്തിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ മാത്രമേ ബാധിക്കുകയുള്ളൂ. പുറത്ത് എന്ത് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ എന്ത് ഷേപ്പായാലും നമുക്ക് അകത്തൊരു സമചതുരം കിട്ടണം. അതിൻ്റെ അകത്ത് നമുക്ക് സമചതുരത്തിലോ ദീർഘചതുരത്തിലോ ആയ വീട് നമുക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കിട്ടുമോ എന്നുള്ള നോക്കണം. അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി സമചതുരം അഥവാ കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ദീർഘചതുരമെങ്കിലും കിട്ടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് എന്താണെന്ന് വെച്ചാൽ, ഈ സമചതുരത്തിൻ്റെ ഈ പ്ലോട്ടിൻ്റെ നടുക്കായിട്ട് ബ്രഹ്മാവിരിക്കുന്നു, വാസ്തുമണ്ഡലത്തിൻ്റെ നടുക്കായിട്ട് ബ്രഹ്മാവിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. അപ്പോൾ ആ ബ്രഹ്മാവിന് 4 തലയുണ്ടല്ലോ, അത് 4 ദിക്കായിട്ടാണ്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, അങ്ങനെ 4 ദിക്കിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ബ്രഹ്മാവിരിക്കുന്നു വാസ്തുമണ്ഡലത്തിൻ്റെ നടുക്ക് എന്നുള്ളതാണ് നമ്മളുടെ സങ്കല്പം. അപ്പോൾ അങ്ങനെ ഒരു വാസ്തുമണ്ഡലം സമചതുരമായിട്ട് കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. അങ്ങനെ കിട്ടുമോ നമ്മൾ നോക്കാൻ പോകുന്ന പറമ്പിൽ, പ്ലോട്ടിൽ എന്നുള്ളതാണ് ഒരു ആദ്യത്തെ കാര്യം. പിന്നെ ആ ഒരു ഭൂമിയുടെ പോസിറ്റിവിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ പോയി നിൽക്കുമ്പോൾ അതിപ്പോൾ ഓണറിന് പലപ്പോഴും അങ്ങനെ ഒരു കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോൾ നല്ല പ്രാർത്ഥനയും മറ്റേ ഉപാസനയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് കിട്ടും. അല്ലെങ്കിൽ ഒരു സ്ഥപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വാസ്തു ചെയ്യുന്ന ആൾ,
അദ്ദേഹത്തിനെ കൊണ്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പം നല്ലൊരു ആൾ വന്നിട്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് ഫീൽ ആ പ്ലോട്ടിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടും. അത് പല കാര്യങ്ങളുണ്ട്, നിമിത്തങ്ങളായിട്ടും പല ഇതായിട്ടും പോസിറ്റീവ് ഫീൽ കിട്ടും. അതിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതായത് നമ്മൾക്ക് നല്ല ആൾക്കാരെ കാണുക, അപ്പം നമുക്ക് തന്നെ പരിചയമുള്ള നമുക്ക് മനസ്സിനിണങ്ങുന്ന ആൾക്കാരെ അവിടെ വെച്ച് കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, സന്തോഷം, മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ ഉണ്ടോയെന്ന് നോക്കുക, അവിടെ പോസിറ്റീവ് ഒരു ഫീലിംഗ്. അതായത് പിന്നെ നല്ല പുഷ്പിച്ച് നിൽക്കുന്ന ചെടികൾ, ഫലവൃക്ഷങ്ങൾ, ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് കാണും. ഇപ്പോൾ മാങ്ങയോ ചക്കയോ തെങ്ങോ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നല്ലോണം കുലച്ച് അവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇതാണ്. പിന്നെ നദി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ സാമീപ്യം അതെങ്ങനെയാണ്, അതിൻ്റെ നീരൊഴുക്ക് എങ്ങോട്ടാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് നോക്കേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യം പഴയ കാലത്ത് എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പശുക്കളെ മിക്കവാറും എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പറമ്പിലേക്ക് പശുക്കളെ മേയാൻ വിടും. അപ്പോൾ അവർ അവിടെ നിന്ന് നിന്നൊക്കെ പുല്ലൊക്കെ തിന്ന് ഒരു സ്ഥലത്ത് പോയിട്ട് വിശ്രമിക്കും. ആ വിശ്രമിക്കുന്ന സ്ഥലം അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തെ അവർ വിശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ആ സ്ഥലം നമുക്ക് താമസയോഗ്യമാണ്, താമസത്തിന് അനുയോജ്യമാണ് എന്ന് കണ്ടിട്ട് അവിടെ വീട് വയ്ക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം പണ്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ പശുവിനെയൊക്കെ വിട്ട് അങ്ങനെ നമുക്ക് നോക്കാനുള്ള സമയമില്ല, പശുവുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചുറ്റുപാട്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഫലവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുക, കായ്കനികൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഫീല് തരിക, നിറച്ച് എന്താ പറയുക ചെടികൾ, പൂത്ത് നിൽക്കുന്ന ചെടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കാണുക. അപ്പോൾ അതൊക്കെയാണ്. വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒഴുക്കെങ്ങോടാണെന്നൊക്കെ ശ്രദ്ധിക്കണം. ഇതാണ് ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് ജ്യോതിഷവുമായിട്ട് കുറച്ച് ബന്ധവും ഇതിനകത്തുണ്ട്. കാരണം ഈ വാസ്തു വിദഗ്ധനും ഓണറും രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ പറമ്പ് കാണാൻ പോകുമ്പോൾ അവർക്ക് ഉണ്ടാവാവുന്ന അനുഭവങ്ങൾ, അത് ആ പ്ലോട്ടിൽ ചെന്നിട്ടായാലും ആ വഴിക്ക് ഒക്കെ ആയാലും അവർക്ക് ഉണ്ടാവാവുന്ന അനുഭവങ്ങൾ നല്ല കാഴ്ചകളാണോ അല്ലെങ്കിൽ മോശം കാഴ്ചകളാണോ, ഇതെല്ലാം ഒരു പരിധിവരെ അതിനോടൊപ്പം സ്വാധീനിക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം, വേറൊരു മെയിനായിട്ടുള്ളൊരു കാര്യം, മിക്കവാറും ഇപ്പോഴത്തെ ഭൂമികൾ വിദിക്കായിട്ടായിരിക്കും നിൽക്കുന്നത്. വിദിക്കെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4 ദിക്കാണ്: കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. ഇത് എങ്ങോട്ട് തിരിഞ്ഞ് നമുക്ക് വീട് വെക്കണമെങ്കിലും കുഴപ്പമില്ല. ഈ 4 ദിക്കിലേക്ക് എങ്ങോട്ടാണെങ്കിലും അതിൻ്റെ ചുറ്റളവൊക്കെ കണക്കാക്കി വീട് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കൂടുതലും നമ്മൾ മലയാളികൾ കിഴക്ക് അല്ലെങ്കിൽ വടക്കിന് പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷെ 4 ദിക്കിലോട്ടും വീട് വെക്കാം. അതിൻ്റെതായ ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ട് 4 ദിക്കിലോട്ടും വീട് വെക്കാം. ഇതിൻ്റെ ഇടയിലുള്ള ഇപ്പോൾ എന്താ പറയുക, കിഴക്ക് വടക്ക്, തെക്ക് പടിഞ്ഞാറ്, ഇങ്ങനെയുള്ള അതിനെയാണ് വിദിക്കെന്ന് പറയുന്നത്. 2 ദിക്കിൻ്റെ ഇടയിൽ വരുന്ന അങ്ങനെ 4 ദിക്ക് വരുമല്ലോ, അത് നമ്മൾ ഇതിനൊരിക്കലും ഉപയോഗിക്കരുത്. അപ്പോൾ പല പറമ്പുകളും ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ കോമ്പസ് വെച്ചിട്ട് വടക്ക് നോക്കി യന്ത്രം വെച്ചിട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. മിക്കവാറും നമ്മൾ ഒട്ടും കറക്റ്റായിട്ട് കിട്ടില്ല. അങ്ങനെ വിട്ടായിരിക്കും നിൽക്കുക, കുറച്ച് ഡിഗ്രി വിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള പ്ലോട്ടിൽ നമ്മൾ ദിക്കിനനുസരിച്ച് വീട് വെക്കണം. അങ്ങനെ പറ്റുമോ എന്നുള്ളതും കൂടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഈ വാസ്തുമണ്ഡലം അതിൻ്റെ ഉള്ളിൽ കണക്കാക്കുകയും അതിൻ്റെ ഉള്ളിൽ ഈ ദിക്കിനനുസരിച്ച് അങ്ങനെ വരുമ്പോൾ വരുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പറമ്പിന് പാരലായിരിക്കില്ല വീട്. അപ്പോൾ അതിൻ്റെ ചിലർക്ക് അയ്യോ അതൊരു അഭംഗി, പറമ്പിന് പാരലല്ലല്ലോ വീട് എന്നുള്ളത്. ആ അഭംഗി പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഏത് പ്ലോട്ടിലും ഒരു വാസ്തുമണ്ഡലം വെച്ച് അതിൻ്റെ ഉള്ളിൽ ദിക്കിനനുസരിച്ച്, വിദിക്കായിട്ട് നിൽക്കുന്ന പറമ്പാണെങ്കിലും ദിക്കിനനുസരിച്ച് ഒരു വാസ്തുമണ്ഡലം കാണുകയും അതിൻ്റെ അകത്തൊരു വീട് വച്ചിട്ട് ഈ വാസ്തുമണ്ഡലം കെട്ടിത്തിരിച്ച് അങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാക്കും. എപ്പോഴും ദിക്കിനനുസരിച്ച്, കുറച്ചൊക്കെ നമുക്ക് ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ ദിക്കിനനുസരിച്ച് വേണം ആ വീട് വരാനായിട്ട്. വിദിക്കായിട്ട് നിൽക്കരുത്, അത് ദോഷത്തിന് കാരണമാകും. ഇത് നമുക്ക് പണിത് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, തറ കെട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ആദ്യമേ ശ്രദ്ധിക്കാം. പിന്നെ സമനിരപ്പായ ഭൂമി വളരെ നല്ലതാണ്. സമനിരപ്പായ ഭൂമിയാണോ എന്ന് നോക്കുക. പിന്നെ ഇതിനകത്തൊരു കാര്യം, കിഴക്കും വടക്കും താഴ്ന്നു കിടക്കുന്ന ഭൂമി, അതായത് പടിഞ്ഞാറിനേലും കിഴക്ക് താഴ്ന്നു കിടക്കുക, തെക്കിനേലും വടക്ക് താഴ്ന്നു കിടക്കുന്ന ഭൂമിയാണ് കൂടുതൽ ഉചിതം. പൊതുവെ സപ്തർഷികളുടെ ഒരു എനർജിയാണ് വടക്ക് വശം, സൂര്യൻ്റെ എനർജിയാണ് കിഴക്ക് വശം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കുറച്ചും കൂടി മറ്റ് ദിക്കുകളെ വെച്ചിട്ട് എനർജി കൂടിയ ഇതായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ കിഴക്കിന് സൂര്യപ്രകാശം, കിഴക്ക് കുറച്ച് താഴ്ന്നു നിന്നാലാണ് സൂര്യപ്രകാശം കറക്റ്റായിട്ട് അവിടെ പതിക്കുക. സൂര്യപ്രകാശം പതിക്കണം ആ മണ്ണിൽ, അതൊരു എനർജിയാണ്, സൂര്യൻ്റെ എനർജി. പിന്നെ തെക്കിനെ വെച്ച് വടക്കും താഴ്ന്നു നിൽക്കണം. ഇപ്പോൾ അതിനകത്ത് പുഴകളോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കിഴക്കോട്ട് ഒഴുകുക, ഇപ്പോൾ പടിഞ്ഞാട്ടിൽ കിഴക്കോട്ട് ഒഴുകുക, തെക്കുന്ന് വടക്കോട്ട് ഒഴുകുക, തിരിഞ്ഞാവരുത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, നല്ലൊരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പോൾ പ്ലോട്ടിൻ്റെ സമനിരപ്പാവാം,
താഴ്ച ഉണ്ടെങ്കിൽ അത് കിഴക്കോ അല്ലെങ്കിൽ വടക്കോ ആയിരിക്കണം. കിഴക്ക് പൊങ്ങി പടിഞ്ഞാറ് താന്നിരിക്കരുത്, പടിഞ്ഞാറ് പൊങ്ങി കിഴക്ക് താന്നിരിക്കുക, തെക്ക് പൊങ്ങി വടക്ക് താന്നിരിക്കുക. ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് അതിന് അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ ഉത്തമമായിട്ട് പറയുന്നത്. പിന്നെ ഒരു കാര്യം, സ്വീകരിക്കാൻ പാടില്ലാത്ത ഭൂമി എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിലുള്ള ഭൂമി, വട്ടത്തിലിരിക്കുന്നത്, അർദ്ധവൃത്തം, ചന്ദ്രൻ ഈ എന്താ പറയുക അമാവാസിയോട് അടുക്കുമ്പോൾ വരുന്ന ചന്ദ്രനെ പോലെ ഇരിക്കുന്ന ഭൂമി, മത്സ്യത്തിൻ്റെ ആകൃതി, പിന്നെ അസ്ഥി, തലയോട്ടി അങ്ങനെയൊക്കെ കാണുക, അല്ലെങ്കിൽ ഒരു ശ്മശാനമുഖതയുള്ള അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം, അങ്ങനെയുള്ള പ്ലോട്ടുകളെല്ലാം ഒഴിവാക്കണം. പിന്നെ കാവ് വളരെ അടുത്താണെങ്കിൽ, കാവ് കെട്ടിത്തിരിച്ച് കുറച്ചപ്പുറമാണെങ്കിൽ കുഴപ്പമില്ല, കാവ് വളരെ അടുത്താണ്, അതൊന്ന് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഡിപ്പെൻസ് അതെങ്ങനെയാണ് എന്നുള്ളത്. അത് നമുക്ക് അത്ര അനുയോജ്യമല്ല. പിന്നെ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ പാടില്ല എന്നല്ല അർത്ഥം, എന്ത് ക്ഷേത്രമാണ്, ഏതാണ് അവിടുത്തെ പ്രതിഷ്ഠ, ആ മൂർത്തിയുടെ സ്വഭാവം. അതായത് സ്വാത്വിക മൂർത്തിയാണെങ്കിലും ഇപ്പോൾ സരസ്വതി, കൃഷ്ണൻ എന്നൊക്കെ പറയുന്ന ഒരു ഇത്, അപ്പുറത്ത് നരസിംഹം, ഭദ്രകാളി എന്നൊക്കെ പറയുന്ന ശിവൻ, കുറച്ച് ഒരു രൗദ്ര മൂർത്തികളാണെങ്കിൽ, തമോ ഗുണം അല്ലെങ്കിൽ രജോ ഗുണമുള്ള മൂർത്തികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇന്ന സൈഡിൽ വീട് വരുന്നതാണ്, അല്ലെങ്കിൽ ഇത്രയും വിട്ടിട്ട്, അല്ലെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്. അപ്പോൾ മറ്റേ ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്ത് വീട് വരുമ്പോൾ അത് പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ആൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം അതിൻ്റെ അടുത്ത് മേടിക്കുമ്പോഴും നമ്മൾ ഒന്ന് കാണിച്ച് ഉറപ്പ് വരുത്തിയിട്ട് വേണം മേടിക്കാൻ. കാരണം രണ്ടിനും രണ്ട് ഇതാണ്. അവിടുത്തെ മൂർത്തിയും അവിടുത്തെ പൂജാവിധികളും അവിടുത്തെ മൂർത്തിയും എല്ലാം ഈ ഒരു ഇതിനെ ബാധിച്ചിരിക്കും, എന്താ പറയുക, സ്വാധീനിക്കും. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ പ്ലോട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയാണ് ബേസിക്കായിട്ട് നമുക്ക് ഇതുള്ളത് നോക്കാനുള്ള കാര്യങ്ങൾ നമ്മളൊരു പറമ്പ് ഗൃഹനിർമ്മാണത്തിനായിട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ. പിന്നെ ഈ പൊതുവെ വാസ്തുവിനെ പറ്റിയിട്ട് കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. വാസ്തു എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രം നമ്മുടെ ഈ എന്താ പറയുക കേരളത്തിൻ്റെ ഈ മൺസൂൺ അല്ലെങ്കിൽ വെയിൽ അല്ലെങ്കിൽ കാറ്റ് ഇതെല്ലാം കേരളത്തിലേക്ക് ഏത് ദിശയിലേക്കാണോ എന്നൊക്കെ ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് വാസ്തുശാസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതനുസരിച്ച് കുറച്ചൊക്കെ ഇത് പാലിച്ചുകൊണ്ട് നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം, നമ്മുടെ വീട്ടിലെ വെന്റിലേഷൻ, എയർ പാസേജ് അതുപോലെ കുറച്ചും കൂടി ശരിയാവും. പിന്നെ വെയിൽ കിട്ടേണ്ടടുത്ത് വെയിൽ കിട്ടും, മഴ കിട്ടേണ്ടടുത്ത്. അപ്പം ജല, വായു, പിന്നെ എന്താ പറയുക വെയിൽ, വെളിച്ചം, ഇതിൻ്റെയൊക്കെ ഒരു ലഭ്യത കുറേയും കൂടി നന്നായിട്ട് ഈ വാസ്തു ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന വീടുകൾക്ക് ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റി നമുക്ക് താമസിക്കുമ്പോൾ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഇത്. പിന്നെ ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് വരും ഇതിൽ നോക്കാം. അപ്പോൾ ഇത്രയാണ് വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം നോക്കാൻ പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഡീപ്പായിട്ട് കുറച്ചും കൂടി ഉണ്ടെങ്കിലും നമുക്ക് ഒരു അറിവിലേക്ക് പറഞ്ഞതാണ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.